ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വന്നിട്ട് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ലോങ് വീഡിയോയിൽ ചില കമൻറ്റ് ബോക്സ് ഓഫാണ്. അത് വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിടുന്നതല്ല. നമ്മൾ വീഡിയോസിൽ കുട്ടികളെ കാണിക്കുന്ന സമയത്ത് അതായത് ഇത്ര ഒരു ഏജ് കണക്കുണ്ടല്ലോ, അതുവരെ അത് ആവാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ 2-3 ചോദിച്ചിട്ടുണ്ടായി, ഇതെന്താ ഇങ്ങനെ കമൻറ്റ് ബോക്സ് ചില ലോങ് വീഡിയോയിൽ ഓഫ് ചെയ്യുന്നത്. സംഭവം അതാണ് കേട്ടോ, അല്ലാതെ ഞാൻ വീഡിയോയിൽ ഓഫ് ചെയ്തിടുന്നതല്ല. പിന്നെ വന്നിട്ട് ഇന്ന് രാവിലെ പൊറോട്ടയും എല്ല് കറിയാട്ടോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്. അത് എന്താ വെച്ചാൽ തലേ ദിവസം രാത്രി ഹോട്ടലിൽ നിന്ന് കുറച്ച് മന്തിയും പിന്നെ എല്ല് കറിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ഈ പൊറോട്ട ഒരു 4-5 ബാക്കി വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ അതന്നെ മതിയെന്ന്. അപ്പോൾ മോന് മദ്രസ വിട്ടിട്ട് വരാനായി. അപ്പോൾ വേഗം ചായ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തടി കുറക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങലൊക്കെ ചിലപ്പോൾ നിർത്തേണ്ടി വരും. നമ്മൾ എന്താ പറയുക, കഠിനാധ്വാനം ചെയ്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് തടി ഞാൻ ഇതുപോലെ കുറച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടായി. അതായത് ഡെലിവറിക്ക് മുന്നേ 43-44 kg ഉണ്ടായി ഞാൻ. 60 ഡെലിവറിക്ക് ശേഷം 60-65 എത്തിയിട്ടുണ്ടായി. അപ്പം ഞാൻ എന്താക്കിയിട്ടുണ്ടായി, തടി കുറച്ചിട്ടുണ്ടായി. അത് വന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ അത് 3 നേരം ചപ്പാത്തി മാത്രമേ കഴിക്കാവൂ. ഇറച്ചി, മീൻ, മുട്ട, പാൽ ഇങ്ങനെ കണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാം. പക്ഷേ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. 3 നേരം ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് ഞാൻ ഒരു 40 ദിവസത്തോളം അങ്ങനെ നിന്നിട്ടുണ്ടായി. അതായത് ഒരു കല്യാണത്തിനോ അങ്ങനെ കണ്ട ഒരു പരിപാടിക്കും ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല. എൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും നമ്മളെ ആയിഷ ബീഗം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൾ ചില സമയം എഴുന്നേറ്റ് വരുത്ത്, ചില സമയം കിടന്ന് കരയും കേട്ടോ, എടുക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ചില സമയം അവൾ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ രാവിലെ ഞാൻ പോയി എടുക്കുകയൊന്നും വേണ്ട. അങ്ങനെ അവളെ ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എല്ലാത്തിനും സ്കൂളിൽ പോകാൻ എല്ലാത്തിനും ഇഷ്ടമാണ്. എഴുതാനും വായിച്ചെടുക്കുമ്പോൾ അതെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഇവൾക്ക് മടി പറഞ്ഞാൽ ബ്രഷ് ചെയ്യാൻ മടിയാണ്. പല്ല് തേക്കുകയില്ല, ഭയങ്കര മടിയാണ്. പിന്നെ അതും ഇതും പറഞ്ഞിട്ടൊക്കെ സോപ്പിട്ട് കൂടിയിട്ടാണ് ഇവളെ പല്ല് തേപ്പിക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഞാനിങ്ങനെ പൊറോട്ട ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. അവൾക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് അലക്കാനുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് അലക്കിയുടെ കുറേ ഉണ്ടായി. അപ്പോൾ കുറച്ച് ആറിയിടാനുള്ള സൗകര്യം കുറവാണ്. ഇത് വന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പൈപ്പില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്വന്തം വീടല്ല, നമുക്കിപ്പോൾ പൈപ്പ് ഇവിടെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇത് വേറെ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ്. അത് കാരണം പൈപ്പ് വെക്കുന്നില്ല. ഞാൻ വിചാരിച്ച് നമ്മളെ 4 ഡ്രസ്സ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്നിട്ട് വെള്ളം കൊണ്ടുപോയി ഒഴിക്കുക വിചാരിച്ച്. ബാത്റൂമൊന്നും ഞാൻ എന്താക്കും, ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇവിടെയുള്ള ഇതിൻ്റെ ഓണർ പറഞ്ഞു നിങ്ങൾ പൈപ്പ് ഇതാക്കിക്കോ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ വേണ്ട വെച്ചു. ഇങ്ങനെ അത് അലക്കിയോണ്ട് നിൽക്കുന്ന സമയത്താണ് ആശാ വർക്കർ വന്ന് പറഞ്ഞ് പോളിയോ കൊടുക്കുന്നുണ്ട്, ഇപ്പം തന്നെ പോകണം. അപ്പം ഞാൻ എന്താക്കി, കുറച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ച സംഭവം കുറേ ആളൊക്കെ വെയിറ്റിങ്ങിലിരിക്കണം. ഇവിടെ തന്നെ ഒരു വനിതാ സമുച്ചയം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാളില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവിടെ, ഒരു ഹാളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് പോളി കൊടുക്കുക പറഞ്ഞു, മോളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തൊക്കെ ഡ്രസ്സ് മാറ്റണം ഒന്നിനും നിന്നിട്ടില്ല. അവിടെ പോയി നോക്കുമ്പോൾ ഒരു ഈച്ച പോലും ഇല്ല. ഇതാട്ടോ കമ്മ്യൂണിറ്റി ഹാള്. അപ്പോൾ അത് വന്നിട്ട് ഇതിപ്പോൾ ഒരു പുതിയതെടുത്തതാണ്. എൻ്റെ വിചാരം ഇവിടെ ആൾക്കാർ കുറേ ഉണ്ടാവും. ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓടിയതാണ്. ഇനിയിപ്പോൾ അതായത് ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പോളിയോ കൊടുക്കാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് കേട്ടോ പോളിയോ, എന്താ തുള്ളി മരുന്നോ അതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്നും ഇറങ്ങി നമ്മൾ രണ്ടാളും കൂടി. ഓള് ട്രൗസർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ ഓള് പറഞ്ഞു എനിക്ക് നാണക്കട പറഞ്ഞിട്ടൊരു പാവാടയും കൂടി എടുത്തിട്ട്. അങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ അടി തുടങ്ങീനി, ഒന്നും പറയണ്ട. മഹാൻ പൊറോട്ടയൊക്കെ ഇട്ട് എല്ല് കറിയൊക്കെ ഒഴിച്ച് വമ്പൻ പരിപാടിയായി. ഞാനൊന്നും തിന്നിട്ടുണ്ടായിട്ടില്ല, ഓനതൊക്കെ എടുത്തിട്ട് അങ്ങ് തിന്ന്. പിന്നെ ഞാൻ എന്താക്കി, ഫുൾ ക്ലീൻ ആക്കാൻ തുടങ്ങി. ഇവിടെ വൃത്തിയാക്കിയാൽ നല്ല വേഗം പണി കഴിയും കേട്ടോ. പക്ഷെ എൻ്റെ അങ്ങനെ മടിയും കൊണ്ടാണ് ഒന്നാമത്, ഇങ്ങനെ മടിച്ചിരിക്കും ഞാൻ ചില സമയത്ത്.
ചില സമയത്ത് ഞാൻ എന്താക്കും, കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പണി തീർക്കും കേട്ടോ. പിന്നെ എൻ്റെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ അല്ലേ, പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻറ്റും വരും. ഒന്ന് ഫസ്റ്റ് ഞാൻ പറയട്ടെ, വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ നാട്ടുകാർ കുറേ ആൾക്കാർ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും, കുറേ ആൾക്കാർ നമുക്ക് എന്താ പറയുക, നമുക്ക് എതിരായിട്ട് നിൽക്കും. എതിരായിട്ട് നിൽക്കുക പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു 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 നമ്മളിനിപ്പോൾ ഒരു മോശം കണ്ണുകൊണ്ട് കാണുകയാണോ എന്താ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് പറഞ്ഞാൽ പൊതുവേ നാട്ടിലുള്ളവർക്കാർക്കും വീഡിയോ സെൻഡ് ചെയ്യുക, ലോങ് വീഡിയോ ആവട്ടെ, അത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അവർക്ക് 1 2 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ വാട്സപ്പിൽ ഞാൻ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ. കുഴപ്പമില്ല, ചിലത് വീഡിയോ ശരിയായിട്ടില്ലെങ്കിൽ പറയുകയും ചെയ്യും, ഇങ്ങനെയല്ല എടി അങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ, എനിക്കിങ്ങനെ ചെയ്ത് നോക്കിക്കൂടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ വന്ന ഭയങ്കര വഴുക്കലിക്കലാണ്. അപ്പോൾ ഞാൻ പേപ്പറൊക്കെ വേറെ ഇതിലിട്ടിട്ട് അതിൻ്റെ പൊടികളൊക്കെ എടുത്ത് പുറത്തിടാൻ പോയതാണ്. അങ്ങനെ വന്നിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പം പോസിറ്റീവും നെഗറ്റീവും നമ്മൾക്ക് എന്തായാലും ഒരു വീഡിയോസിലുണ്ടാവും. അത് ഷോർട്ടിലായാലും ലോങ് വീഡിയോയിൽ, പ്രത്യേകം ലോങ് വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും എങ്ങനെയാണെന്നൊക്കെ. എന്നാൽ ചില ആളുകൾ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ. എഡിറ്റൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണോ നീ തന്നെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുക. അല്ലാതെ പിന്നെ ഇപ്പോൾ 100 ആൾ നമ്മൾക്ക് 100 അഭിപ്രായമായിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ എനിക്ക് വന്നിട്ട് വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു മോശമായിട്ട് തോന്നുന്നില്ല. എന്താ വെച്ചാൽ നമ്മളെന്താ പോലെ നമ്മൾ ഓരോ ദിവസം നമ്മളെന്താണോ എങ്ങനെയാണോ, അല്ലാതെ വേറൊരു രീതിക്കൊന്നുമല്ല. അപ്പോൾ വന്നിട്ട് എല്ലാവർക്കും നമ്മൾക്ക് മനസ്സിന് എന്താണ് സന്തോഷം തോന്നുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. ഞാൻ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചതാണ് അടുപ്പത്ത്. ഞാൻ അടുപ്പിൽ കത്തിക്കൽ കുറവാണ്. അങ്ങനെ അടുപ്പിൽ കത്തിച്ച് കുളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വെള്ളവും വെച്ച് പിന്നെ നമ്മൾ ചോറ് തിന്നിരുന്നത് കേട്ടോ. വൈകുന്നേരം എനിക്ക് കുടുംബശ്രീ ഉണ്ട്, അപ്പോൾ കുടുംബശ്രീക്കൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടി ചോറ് തിന്നാൻ വേണ്ടിങ്ങനെ അപ്പോഴേക്കും ഇവിടെ ഇവരൊരു കോലാക്കി വെച്ചിന്. എനിക്ക് ഇങ്ങനെ വൃത്തികേടാക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.